ഹീരാം ചെന്ന കനാന്യ സ്ത്രീയെ കല്യാണം കഴിച്ചു. അതിലൊരു ചെറുക്കനുണ്ടായിരുന്നു, അവൻ്റെ പേരായിരുന്നു ഏർ. രണ്ടാമത് വേറൊരു മോനുണ്ടായി, ഓനാൻ. പക്ഷെ വേദപുസ്തകം പറയുന്നു, ഞാൻ കഥയല്ല പറയുന്നേ, ലൈഫാ പറയുന്നത്. ഏർ നീചനായതുകൊണ്ട്, അഥവാ വിക്കനായതുകൊണ്ട്, ദുഷ്ടനായതുകൊണ്ട് ദൈവം അവനെ കൊന്നു. പേടിക്കേണ്ട കാര്യമാണ്. നമ്മൾ തട്ടിപ്പോകാതിരിക്കുന്നെങ്കിൽ കൃപ. നമ്മൾ നല്ലതായത് കൊണ്ടല്ല. ചിലരെ വരവും പോക്കും കണ്ടാൽ നമുക്ക് തോന്നും യോവനാണ് ദൈവസഭയുടെ ഹെർക്കുലീസ്. എന്നോ നിന്റെ ഫാസ്റ്റിങ്ങും നിന്റെ പ്രേയറും കൊണ്ടല്ല, നിന്റെ വെള്ള ഉടുപ്പ് കൊണ്ടല്ല, കർത്താവിന്റെ ശുദ്ധ കൃപയിലാണ് നീ നിൽക്കുന്നത്. തിരുവനന്തപുരം മണ്ണിലല്ല നീ നിൽക്കുന്നത്, നീ നിൽക്കുന്നത് ദൈവത്തിന്റെ കൃപയിലാണ്. ഏറിന്റെ ദുഷ്ടത എന്തെന്ന് വേദപുസ്തകം പറയുന്നില്ല, ഐ ഡോണ്ട് നോ. പക്ഷേ അവൻ ദുഷ്ടനായതുകൊണ്ട് ദൈവം അവനെ തട്ടി. അൺഗോളിയായ യഹൂദയ്ക്ക് ജനിച്ചത് ദുഷ്ടനായ മകനാണ്. മാതാപിതാക്കൾ പ്രാർത്ഥിക്കാത്തവരാണെങ്കിൽ വീട്ടിൽ ആരാധനയുണ്ടെങ്കിൽ പിള്ളേർ വന്ന് ആരാധനയ്ക്ക് നേരെ ഇരിക്കും. അപ്പൻ അൺഗോളിയായതുകൊണ്ട് ഏർ ദുഷ്ടനായി. നീ വിശ്വാസിയാണെങ്കിൽ, നീ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ നിന്റെ മക്കൾ ഒരിക്കലും സ്തോത്രം തൊലയുവാൻ ദൈവം സമ്മതിക്കയില്ല. ജീവിതമുള്ളവരാണെങ്കിൽ ജാതികളെ ഒരിക്കലും പിള്ളേരെ കൊണ്ട് കെട്ടിക്കത്തില്ല. ഭക്തിയുള്ളവരാണെങ്കിൽ, ദൈവികത ഉള്ളവരാണെങ്കിൽ, മേലെയും താഴെയും ഇടതും വലതുമുള്ള ഭൂതമേ അകത്തുപോ എന്ന് പറയുന്ന പാരമ്പര്യക്കാരുടെ വീട്ടിൽ നീ ഒരിക്കലും പിള്ളേരെ കൊടുക്കത്തില്ല. ജാതികളെ കയ്യിൽ പിള്ളേരെ കൊടുക്കത്തില്ല. നിന്റെ ഭക്തി ചത്തതല്ല എന്നൊന്ന് തെളിയിക്ക്. നിന്റെ സുവിശേഷം തോറ്റതല്ല എന്നൊന്ന് തെളിയിക്ക്. നാട്ടുകാരെ നന്നാക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് ആദ്യം നിന്റെ ജീവിതം ശരിയാക്ക്.